നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ SBI ATM കാർഡിൻ്റെ പിന്ന് എങ്ങനെ അനായാസം ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് 4 രീതിയിൽ SBIയുടെ ATM കാർഡിൻ്റെ പിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമുക്ക് SBI ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റിയിലൂടെ, രണ്ടാമത് SMS മുഖേന, മൂന്നാമത് നമ്മുടെ അടുത്ത ATM കൗണ്ടർ വിസിറ്റ് ചെയ്ത്, നാലാമത് നമ്മുടെ കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത്. ഞാൻ ഓൾറെഡി ഈ ചാനലിലൂടെ നമ്മുടെ ATM കൗണ്ടറിൽ ചെന്നും അതുപോലെ തന്നെ SMS മുഖേനയും എങ്ങനെ ATM പിൻ ജനറേറ്റ് ചെയ്യാമെന്നുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പുതിയ പിന്ന് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ പിന്ന് ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിളിൽ SBI ഓൺലൈൻ ബാങ്കിങ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പം നമുക്ക് www.onlinesbi.com എന്നൊരു വെബ്സൈറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ ടു ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളോട് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ക്യാപ്ഷൻ കൂടെ എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ ഈ ചാനലിലൂടെ ഓൾറെഡി എങ്ങനെ അനായാസമായിട്ട് നമ്മുടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി നമുക്ക് ചെയ്തെടുക്കാം എന്ന് ഞാൻ ഈ ചാനലിലൂടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അത് കണ്ട് മനസ്സിലാക്കി അനായാസമായിട്ട് ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉണ്ടാക്കാൻ സാധിക്കുന്നതും ഇവിടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ്. ഇവിടെ ആദ്യം നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ അക്കൗണ്ടിൽ സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലായിട്ട് ഈ സർവീസസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ATM കാർഡ് സർവീസസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പം ഇവിടെ നമ്മൾ ഒരു പുതിയ ATM കാർഡിന് ആദ്യമായിട്ടാണ് പിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പം അത് ആദ്യമേ ആക്ടിവേറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് പിൻ ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ പുതിയ കാർഡാണെങ്കിൽ ആദ്യമേ ന്യൂ ATM കാർഡ് ആക്ടിവേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേനും നിങ്ങളോട് ATM കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വലിയ ATM കാർഡിൻ്റെ പുറത്തുള്ള ആ വലിയ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് റീഎൻ്റർ ചെയ്ത് ആക്ടിവേറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് പുതിയ ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി എൻ്റെ ATM കാർഡ് ആക്ടിവേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് കാണിക്കുന്നില്ല. അപ്പം ഇത് പുതിയ ATM കാർഡ് ഉള്ളവർക്ക്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്താൽ മാത്രം മതിയെങ്കിൽ നമുക്ക് ATM പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പം ATM കാർഡ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ATM പിൻ ജനറേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ ഇത് വെരിഫിക്കേഷന് വേണ്ടി ഒന്നുകിൽ OTP ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ പാസ്വേഡ് ഉപയോഗിച്ച്. പ്രൊഫൈൽ പാസ്വേഡ് ഓർമ്മയിലുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്രൊഫൈൽ പാസ്വേഡ് എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് OTP എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ OTP സെലക്ട് ചെയ്യുകയാണ്. അപ്പം മൊബൈലിലേക്ക് ഉടനെ തന്നെ ഒരു OTP വന്നതായിട്ട് കാണാൻ സാധിക്കും. ആ OTP നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് നമ്പർ ഇവിടെ കാണാൻ സാധിക്കും. അപ്പം ഏത് അക്കൗണ്ട് നമ്പറിൻ്റെ കാർഡാണോ ആ അക്കൗണ്ട് നമ്പർ സെലക്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ കാർഡ് നമ്പർ സെലക്ട് ചെയ്യാനുണ്ട്. ഇവിടെ എനിക്കിപ്പോൾ ഒരു കാർഡേ ഉള്ളൂ. അപ്പോൾ ഒന്നിലധികം കാർഡുകളുണ്ടെങ്കിൽ അപ്പോൾ ഏത് കാർഡിൻ്റെ പിന്നാണ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യേണ്ടത്. അപ്പം ആ കാർഡ് സെലക്ട് ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് ഒരു 2 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അതായത് നമുക്ക് ATM പിന്ന് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടൽ 4 ഡിജിറ്റാണ് ഉള്ളതെന്ന് അറിയാം.
അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തോടെ നമുക്ക് ആദ്യത്തെ 2 ഡിജിറ്റ് ഇവിടെ എൻ്റർ ചെയ്ത് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ബാക്കി 2 ഡിജിറ്റ് നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിലേക്ക് OTP ആയിട്ടാണ് വരുന്നത്. ഇവിടെ കാണാൻ സാധിക്കും ഞാൻ ആദ്യത്തെ 2 ഡിജിറ്റ് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ ഒരു മെസ്സേജായിട്ട് 61 എന്ന് പറഞ്ഞ ഒരു 2 ഡിജിറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ആദ്യത്തെ അതിനുശേഷം അടുത്ത ഒരു പേജ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ നമുക്ക് നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത ആദ്യത്തെ 2 നമ്മുടെ ഇഷ്ടപ്രകാരം എൻ്റർ ചെയ്ത ആദ്യത്തെ 2 ഡിജിറ്റും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജായിട്ട് ലഭിച്ച 61 എന്ന 2 ഡിജിറ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുക. അപ്പം തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഇപ്പോൾ എൻ്റർ ചെയ്ത ഈ 4 ഡിജിറ്റാണ് നിങ്ങളുടെ പുതിയ ATM പിൻ. അത് സെക്യൂറായിട്ട് വെക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം ഇവിടെ ഇങ്ങനൊരു മെസ്സേജായിട്ട് വന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളുടെ പുതിയ ATM പിന്ന് അപ്ഡേറ്റ് ആയിട്ടുണ്ട് സക്സസ്ഫുള്ളായിട്ടെന്ന്. അപ്പം ഇതുപോലെ നിങ്ങൾക്ക് അനായാസമായിട്ട് നിങ്ങൾക്ക് ATM പിന്ന് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ പുതിയ ATM പിന്ന് ജനറേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും SBI ATM കൗണ്ടറിൽ പോയി ട്രാൻസാക്ഷൻ നടത്തിയും നിങ്ങളുടെ ATM കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.